الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم وإذ أخذنا من النبيين ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى بن مريم وأخذنا منهم ميثاقا غليظا ഉലുൽ അസ്മീകളായ 5 മുർസലീങ്ങളെ പ്രത്യേക വിഷയം പറഞ്ഞിരിക്കുന്നു. മുഴുവൻ നബിമാരോടും അല്ലാഹു തആല മീസാഖ് വാങ്ങി. എന്താണ്? നിങ്ങൾ കേൾപ്പിക്കുന്ന കാര്യം ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിച്ചു കൊടുക്കണം. ഒരു കാര്യം കൂട്ടുകയോ കുറക്കുകയോ പാടില്ല. അതിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കുക എന്ന് ലാസ്റ്റ് അതല്ല ഇപ്പം ഉണ്ടാവില്ലേ. അത് ഒരു വിട്ടുവീഴ്ച അതിന് കൊടുക്കില്ല. അത് മൊത്തത്തിൽ പറഞ്ഞു. പിന്നെ നബിയ്യീന മീസാഖഹും. എന്നിട്ടോ 5 എണ്ണതാ. വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മർയം. അപ്പം കാലത്തിൻ്റെ തർത്തീബാണ് ഇത്. നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ അല്ലേ? പക്ഷേ കാലത്തിൻ്റെ തർത്തീബൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് ആവില്ല. പക്ഷെ എന്താക്കി തങ്ങളുടെ ഖുതുബ അതെന്ന് ആദ്യം അതാണ് പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് എന്താക്കിയ കാലത്തിൻ്റെ തർത്തീബ്. നൂഹ് അലൈഹിസ്സലാം കഴിഞ്ഞിട്ടാണല്ലോ ഇബ്രാഹിം, അത് കഴിഞ്ഞാണല്ലോ മൂസ, ഈസ. എന്നിട്ട് പിന്നെയും പറഞ്ഞു വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീള. ആദ്യം മീസാഖഹും എന്നേ പറഞ്ഞുള്ളൂ, ഖലീൽ പറഞ്ഞിട്ടില്ല. അപ്പം അവരോട് പ്രത്യേകമായ കർശനമായ മീസാഖാണ്. وعليكم السلام ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما. هنا بنطلبها. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا. അതായത് ഖന്ദഖ് യുദ്ധത്തിൻ്റെ നമ്മൾ കഴിഞ്ഞാഴ്ച പറഞ്ഞല്ല, നിയമത്തെ എപ്പോഴും ഓർക്കണം എന്നാ പറഞ്ഞത്. നിയമത്ത് പോലെ ഇനിയുമുണ്ട്, പല സ്ഥലത്തും പറയും. അത് മക്കത്തല്ലേ, മക്കക്കാരോട് അവരോടല്ല പറഞ്ഞു, നമ്മക്കോട് അള്ള നാട്ടിലല്ല എന്ന് പറഞ്ഞു. ചില മുസ്ലിം മദ്ഹബ് അങ്ങനെയുണ്ട്, പക്ഷേ ഇസ്ലാമിന് പുറത്താന്ന് മാത്രം. ഏത് ചെറിയ വലിയ നിയമത്തായാലും നിയമത്ത് അല്ലാതെ അതിന് എപ്പോൾ ഓർത്തുകൊണ്ടിരിക്കണം. ഒരു കാലിന് മുന്നോറച്ചിട്ട് വേഗം പച്ചങ്ങ് ചാടി, അതൊരു നിയമത്താണ്. വശത്തുനിന്ന് ബിഗാൻ പോകുന്നുണ്ട്, ബിഗാണ്ട് രക്ഷപ്പെട്ട്, അതൊരു നിയമത്താണ്. അങ്ങനെ ചെറുത്ത് നിയമത്തല്ലാതെ പറഞ്ഞെങ്കിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓരോ ലഹലയിലും ബാസുബകാലേക്കും നിയമവും ലാഹിറത്തും ബാത്തിനും. ഇപ്പം ഞാൻ നാട്ടിൽ ഓതിയ ലാഹിലും ബാത്തിലും ഉണ്ട്. നിയമത്തിൽ അല്ലാത്ത നിങ്ങളെ മുഖ്യ ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഒന്ന് കാറ്റടിച്ച് മറ്റു നിങ്ങൾ കാണാത്ത സൈന്യത്തിനെ അയച്ചു കൊടുത്തു. അത് കുറച്ചും കൂടെ വിശദീകരിക്കുന്നതാണ്. എന്നെ പറഞ്ഞു إذ جاءوكم
فوقكم ومن أسفل منكم وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഒരലിഫ് നിർത്തും. അവിടെ ശരിക്ക് അലിഫ തൻവീന കൊടുക്കേണ്ട സ്ഥലമല്ലത്. ശരിയായ ഭാഷ പ്രകാരം പോവുകയാണെങ്കിൽ എന്നുണ്ടാകില്ല. പക്ഷെ അപ്പുറം ഇപ്പുറം കാപ്പി വെക്കണമല്ല. ഖലീല, പിന്നെ ബസീറ, അലിഫറ, ഷദീദ, ഉറൂറ, ഇങ്ങനെ അലിഫിൻ്റെ മുകളിലാണ് വഖഫ്. ആ വഖഫിൻ്റെ ആ പ്രാസം ഒക്കെ അവൻ അന്ന് ദുനൂനാന്ന് വെക്കും. അപ്പോൾ അവിടെ തൻവീനൊന്നുമില്ല. വഖഫ് ചെയ്യുമ്പോൾ എന്താ തദുന്നൂന ബില്ലാഹി ദുനൂന ഒറ്റ അലിഫ് ചേർത്തോതിയാലോ സമസ്ത ചേർത്തോതിയിട്ട് തദുന്നൂന അപ്പം അലിഫ് പോയി. ആ പ്രാസമൊക്കെ മാത്രമേ ഉള്ളൂ. പണ്ടാണ് അരിഫുണ്ടാക്കിയത്. മറ്റേ ഒരു പൂജോട്ട് എടുത്തിട്ടാ അത് അലിഫിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ തന്നെ വേറെയും അങ്ങനത്തെ ആയിട്ട് വരും. പേജ് 427 പേജിലതാ يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا. شرطوا يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا على رسولانا നീട്ടത് ഈ കാഫി വെക്കാൻ വേണ്ടി മാത്രം. അതിന് മുമ്പ് നോക്ക് ഖലീബ, സഈറ, പിന്നെ കബീറ, വജീഹ, സദീദ ഇങ്ങനെ. ഇവിടെ അത് മാത്രം. അൽക്കഹഫ് സൂറത്തിൽ ലാക്കിന്നാന്നില്ല. അവിടെ വഖഫ് ചെയ്യേണ്ടി വന്നെങ്കിൽ ലാക്കിന്നാന്നൊരു അൽഫ് നിന്നു. അങ്ങനെ ലാക്കിന്ന എന്നൊന്നും നോക്കി തേക്കിടലൊന്നുമില്ല. അന്നത് അതേ പോലെയല്ല. ലാക്കിൻ അന രണ്ട് കലിമത്ത് കൂടെ മുറക്കമാണ്. ലാക്കിൻ അന അന്നക്കത് മുറക്കമാക്കിയപ്പോഴോ നൂന് ശബ്ദ് വന്നു, അംശങ്ങൾ നിമിച്ചു. അപ്പം ഈ അനാൻ്റെ അരിപ്പത അവർക്കാണ്. ഞാൻ എൻ്റെ കാര്യം വരട്ടെ എന്ന് പറയുന്നില്ലേ? നിങ്ങളുടെ കാര്യം തീർന്നു, ഞാൻ എൻ്റെ കാര്യം വരട്ടെ. ലാക്കിൻ അന അവർ എന്താക്കും? ലാക്കിന്ന. എന്നൊക്കെ നീ തിരക്കൂട്ടുന്നേക്കാൻ സാവധാനം പോട്. നല്ല JCB പോലെ ഓടിയാൽ മതി. റോഡൊന്നാക്കുന്ന വണ്ടിയാണ്. ഈ താറമത്തുന്ന അത് എത്ര സ്പീഡിലാണ് ഓടലും? TTS പോലെ ഓടില്ല. هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പരീക്ഷണത്തിന് വിധേയമാക്കി കിട്ടോട്ട് പറപ്പിച്ചു എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോഴാണ് എന്താക്കല്? കൊഴിഞ്ഞു പോകുന്നത്. അതാ മുനാഫിക്കിനെ കൊഴിഞ്ഞു പോകുന്നതാണ്. ഇതെല്ലാം നമുക്ക് വഞ്ചനയാണ്, ഇതാ ചതിയാണ്. സഹായം കിട്ടേണ്ട സ്ഥലത്ത് സഹായം കിട്ടില്ല. നമുക്ക് അളവ് നമ്മൾ തോപ്പിച്ച് അപ്പോൾ കൊണ്ടാളെല്ലാം പോട്ടെ. إذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا. അത് യഖൂലുവിൻ്റെ ഫായിൽ തന്നെ വരണം. അല്ലെങ്കിൽ മാവാദന അല്ലാഹു തുടങ്ങാൻ പാടില്ലല്ലോ. അത് അള്ളാഹിനെ പറ്റി ചീത്ത പറയലില്ലേ?
അതായത് അവർ പറഞ്ഞു എന്നല്ല അത്, മുനാഫിഖീങ്ങളും കൽബിൽ മറന്നുള്ള കൂട്ടരും. അപ്പോൾ ആ രണ്ടും രണ്ടാമത് ഒന്ന്. അപ്പം എന്താ വ്യത്യാസം? മുനാഫിഖ് എന്നുള്ളത് അഫസ്സാണ്. അപ്പം എല്ലാ നിഫാക്കുകളും എന്തായിരിക്കും? കൽബിലുള്ള മറന്നാണ്. കൽബിലുള്ള മറന്നെല്ലാം എന്താണെന്നില്ല, മുനാഫിക്കാണോ നിഫാക്കാണോന്നില്ല. നിഫാക്ക് അല്ലാത്തതും ഉണ്ടാകാം. മറ്റേത് കൽബിലെ മറന്ന് ആണ്. അപ്പം അൽസൽക്കും അത്തപ്പാക്കുമല്ലോ, രണ്ടും ഒന്നാണെങ്കിൽ അത്തപ്പാക്ക് ഇതിനർത്ഥമില്ലല്ല. ചായയും കടിയും എന്നല്ല അത്തപ്പാക്കില്ലേ. അപ്പം ചായ വേറെയാണ്, കടി വേറെയാണല്ലോ. കടിയും എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ഒരേ സാധനം അത്തപ്പാക്കൂല. അതിന് ഭാഷയിൽ വരികയില്ല. وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا. അതാണ് അവർ പറഞ്ഞ വാക്ക്. യഖൂലുവിൻ്റെ മഖൂലാണ്. ഇനി وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا ويستأذن فريق منهم النبي يقولون إن بيوتنا عورة وما هي بعورة إن يريدون إلا فرارا. അപ്പം എന്താകും? തങ്ങളോടെന്നല്ലോ കളവും പൊളവും പറഞ്ഞിട്ട് ലീവെടുത്തിട്ട് പോകും. അവർക്ക് പെണ്ണം ഒറ്റക്കാന്ന്, അല്ലെങ്കിൽ അങ്ങനെ ആയിക്കളി ഇങ്ങനെ ആയിക്കളിയോ, അവിടെ ഞാൻ പോയിട്ടില്ലെങ്കിൽ കാര്യം കുഴപ്പമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തങ്ങൾക്ക് അറിയിട്ടാണ്. ഈ പറയുന്നത് കളവാണെന്നും ഇത് ശരിയല്ല എന്നും തങ്ങളവിടെ തോറ്റിട്ടൊന്നുമില്ല. അങ്ങനെ പോണ്ടാണ്, പോട്ടെ. അതുണ്ട്. അതാ ഈ ഒരീതോടെ ഇല്ല ഫിറാറ, തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോക്കല്ലാതെ വേറൊന്നും അവർക്ക് ലക്ഷ്യമില്ല. അതാ ഇന്ന ബുയൂത്തിന ഔറത്തുൻ എന്ന് പറയും. ഒന്നാഹിമി ഔറ ولو دخلت عليهم من أقطارها ثم سئلوا الفتنة لآتوها وما تلبثوا بها إلا يسيرا. ولقد كان ولو دخلت عليهم من أقطارها ثم سئلوا الفتنة لآتوها وما تلبثوا بها إلا يسيرا. അപ്പോൾ ആതൗഹ അതുകൊണ്ടാണ് എന്താക്കി അലിഫിൻ്റെ മുമ്പായിട്ട് അമർത്തിട്ടതാണ്. അതൗഹ എന്നായിരുന്നു എങ്കിൽ അലിഫിൻ്റെ മുകളിലിടുക. ഇനി ولقد كانوا عاهدوا الله من قبل لا يولون الأدبار وكان عهد الله مسؤولا. قل لن ينفعكم الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا. അവരെ പറ്റി പറയുന്നത് ഓരോക്കെ ഒരു ഫിത്ന ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാത്തിനും നേരമുണ്ട്. ആ നടന്നില്ല, അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വലിയ സമയമുണ്ട്. അതാ സൂര്യൽ ഫിത്നത്തിൽ ഇല്ലാ യസീറ. ഇവർ അള്ളാഹുവിനോട് കറാറ് ചെയ്തവരാണ്. എന്ത്? നബിതങ്ങളോട് ഒഴിഞ്ഞു പോകൂല, പിന്തിരിഞ്ഞ് ഓടൂല എന്ന് കറാറ് ചെയ്തവരിത്. അതൊന്നും ചോദിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. നമുക്കാണ് അഹദുല്ലാഹി മസ്ഊല. എന്നിട്ട് പറയുന്നു, മൗത്തിനെ തൊട്ട് നിങ്ങൾ ഓടിയാൽ ഈ ഓട്ടം നിങ്ങൾക്ക് വല്ല ഭാഗത്തിനുണ്ടോ? അതെ, അല്ല കത്തില് സാധനം മൗത്താകുമ്പോൾ സാധാരണ വരണേ, കത്തിലാകുമ്പോൾ അപ്പം ആ മൗത്തെങ്ങാനും ഇവിടെ നീക്ക് വന്നെങ്കിൽ എന്താവും? നീക്ക് പിന്നെ അതിനപ്പുറം സൂഹിക്കലൊന്നുമില്ലല്ലോ. പിന്നെ എല്ലാം സുഖാടെ സമാപിച്ചല്ലോ. ഇനി الذي يعصمكم من الله إن
قد يعلم الله المعوقين منكم والقائلين لإخوانهم هلم إلينا ولا يأتون البأس إلا قليلا أشحة عليكم فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا يحسبون الأحزاب لم يذهبوا وإن يئت الأحزاب يودوا لو أنهم بادون يودوا لو أنهم بادون في الأعراب يسألون عن أنبائكم അപ്പോൾ അമ്പായിക്കിൻ്റെ അവിടെ എങ്ങനെയാണോ അത് തന്നെയാണ് എരിയും അന്നഹുംബ. പക്ഷെ എന്താണ് അന്നഹുമ്പാൻ്റെ അവിടെ സാക്കിനത്തായ മീമ് തന്നെയാണ് നേരത്തെ ഉള്ളത്, അതിൻ്റെയൊക്കെ ഭാവം. അമ്പായിക്കിൻ്റെ അവിടെ ആദ്യം നൂനായിരുന്നു, നൂനെന്താക്കി മറിച്ചിട്ട് മീമാക്കി, അപ്പോൾ പണ്ട് മറ്റേ മീമിലേക്ക് എത്തി. ഒന്നുകൂടി بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. يرو إننا ران أترى إذا كنا കൽക്കലത്തിൻ്റെ ആവശ്യമില്ലല്ലോ. യർ കൽക്കലത്തിൻ്റെ അക്ഷരമില്ലല്ലോ. പക്ഷെ തർക്കീമുള്ളത് കൊണ്ട് എന്താകും കുറച്ച് മറ്റുള്ളതിനകം കുറച്ച് കടുപ്പുണ്ട്. لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. لما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. പറഞ്ഞില്ലേ നേരത്തെ മുനാഫിഖീങ്ങളും മാനസിക രോഗികളും അവര് മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ ഈ മോമിനികൾ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ. അതാ മോമിനികൾ തമ്മിലെ വ്യത്യാസം. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما. ورد الله الذين كفروا بغيظهم لم ينالوا خيرا فكفى الله المؤمنين القتال وكان الله قويا عزيزا. അപ്പം ഭയങ്കരമായ യുദ്ധമൊന്നും അവിടെ നടന്നിട്ടില്ല. അക്കരയ്ക്ക് ഇരുന്നിട്ട് ചമ്പയത്ത് എന്നല്ലാണ്ട് അതാ പറയുന്നത് വറദ്ദല്ലാഹുല്ലദീന കഫറൂ ബിഗൈദിഹിം ലം യനാലു ഖൈറാ എന്ന് പറഞ്ഞാൽ ഓർ പ്രതീക്ഷിച്ച് ഒന്നും വിജയമൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല യുദ്ധം വേണ്ടാന്ന് വെച്ചു. എന്നിട്ടോ
അവരെ പരാജയമാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ ശത്രുക്കളെ. وأنزل الذين ظاهروهم من أهل الكتاب من صياصيهم وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا. ഈ ശത്രുക്കളോട് ഇത് മക്കയിൽ നിന്നും അവിടെ നിന്നെല്ലാം കൂട്ടിയിട്ട് വന്നില്ലേ, അതിന് ആരും കൂടി കൊടുത്ത് മദീനയിലുണ്ടായ മുനാഫിക്കങ്ങളും പിന്നെ ജൂതന്മാരെല്ലാം കൂടി. അതാണ് ആര് അല്ലൽ വാഹറൂഹും മിൻ അഹ്ലിൽ കിതാബ്. അൻസലാന് താലൂക്കത്തിൽ മീൻ സയാസി, അവർ താമസിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളുണ്ടല്ലോ, അതിന് അല്ലാഹുവിനെ കുറിച്ച് പുറത്തിറക്കി. തങ്ങൾ ഇത് കേട്ടാൽ പിന്നെ കിട്ട് പറക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് അപ്പുറം ആ റുഴബ് ഉണ്ടാക്കി കൊടുത്തു. അതോടുകൂടി തന്നെ എല്ലാം പരാജയമില്ലേ. അപ്പോൾ ഒന്ന് ഇത്, അപ്പോൾ അതെന്താ വഖഫ് കാഫിയായി. അത് ഒരു തരം ശിക്ഷ. മറ്റൊന്നോ റുഴബുണ്ടാക്കി. എന്നിട്ടോ മോമനികൾ എന്താക്കി, ഫരീഖൻ തഖ്തുലൂന വതഅ്സിറൂന ഫരീഖ. ഒരു കൂട്ടർ എന്താക്കി അറസ്റ്റ് ചെയ്തു, ഒരു കൂട്ടർ കത്ലുകയും ചെയ്തു. എന്നിട്ടോ ഇനിയും കിട്ടുമോ. وأورثكم أرضهم وديارهم وأموالهم. അവരുടെ ഭൂമി നിങ്ങൾക്ക് അല്ലാഹു തആല നൽകി, അവരുടെ ദിയാറും നൽകി, അമ്മാലും നൽകി. മർദൽ ലം തതഊഹ, നിങ്ങൾ അവിടത്തേക്ക് പോയിട്ടില്ലാത്ത ഭൂമിയാണ് കിട്ടി. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാ. അപ്പോൾ ആ സംഭവം തൽക്കാലം നടന്നു. ഇനി പുതിയ പേരങ്ങളാണ്. എന്നിട്ട് لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا. അത് എന്നുള്ള കൽക്കത്തില്ലല്ലോ അവിടെ. അസ് ഇത്രയല്ലേ ഉള്ളൂ. ഇനി فإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. ഭയങ്കര വീർപ്പൊട്ടി. فإن الله أعد للمحسنات منكن أجرا عظيما. فإن الله أعد للمحسنات منكن أجرا عظيما. يا نساء النبي من يأتي منكن يأتي لما يأتي ومن يقنت منكن لله ورسوله وتعمل صالحا نؤتها أجرها مرتين وأعتدنا لها رزقا كريما. അപ്പം മാതൃകാ യോഗ്യരാവേണ്ട ആളുകൾ തെറ്റ് ചെയ്താൽ ഡബിൾ ശിക്ഷ കിട്ടും. കാരണം അവരെന്താക്കുന്നത്. അതുപോലെ അവർ ഹൈറായ കാര്യങ്ങളിൽ മാതൃകയായാലോ ഡബിൾ കൂലിയും കിട്ടും. അതെന്നോടെയും പറഞ്ഞു. അത് നിസാഉൻ നബിയോടല്ല പറഞ്ഞതെന്ന് അതല്ല. ഇത് സാങ്കല്പികമായി നിങ്ങളിൽ നിന്ന് ഫാഹിഷത്ത് ഉണ്ടാകുന്നതായിട്ടെല്ലാം പറയുന്നു. ഓരോന്നും അല്ലാതെ ഒരു സാധനം ഒന്നിനെ ഷർത്താക്കിയിട്ട് വെച്ചാൽ അത് എന്താവും, ബാക്കി സംഭവിച്ചതാവണം എന്നില്ല. എന്ന് നമ്മളുടെ കാനൂൻ നോക്കിയത് ഇവിടെ വാതയിത്തും ഒരു പെണ്ണിനെ എന്താക്കി നിങ്ങൾ മഹറായിട്ട് കിന്താർ തന്നെ കൊടുത്താലും എന്ന് പറഞ്ഞില്ലേ, അതിനടുത്ത കിന്താർ കൊടുക്കണമെന്ന് അർത്ഥം വരുമോ?
7 കടലിലെ വെള്ളം കൊണ്ട് കുളിച്ചാലും അവൻ വൃത്തിയാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ കുളിക്കലില്ല. അപ്പം അതാ പറയുന്നത് എന്താണ്, സാധനത്തിൻ്റെ ഗൗരവം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറുത്ത് വെച്ചാൽ ആ ചെറുത്ത് സംഭവിച്ചതായിട്ടുള്ളൊന്നില്ല. ഇവിടെ മഞ്ഞത്തിമിക്കുന്ന വിവാഹിഷത്തിൻ മുബയ്യനാന്ന് പറഞ്ഞു. ആരോടാ പറയുന്നു നോക്കിയേ? നിസാഇ നബീനോട്. ഒരാലാം റളിയല്ലാഹു അൻഹുന്ന, അഥവാ അങ്ങനെ ഉണ്ടായ എന്ന് പറഞ്ഞു. അന്നുണ്ട് ഇന്നൊക്കെ ഇതെല്ലാം ഇതല്ലാലിമ, അങ്ങനെ വന്നാൽ നിങ്ങൾ ലാലിമ്യങ്ങളിൽപ്പെട്ട ആളാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അത് ഒരു വിഷയത്തിനോട് കുളത്തിൽ പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഡബിൾ ശിക്ഷ കിട്ടും. അത് നേരെ തിരിച്ചു നോക്ക്. ومن يقنط منكن لله ورسوله وتعمل صالحا, ഈ 2 കാര്യം ചെയ്താൽ നുഅ്തിഹാ അജ്റഹാ മർറത്തൈൻ. കണ്ടോ? ഒന്നെന്താക്കും, നിങ്ങളെ മാതൃകയാക്കി കണ്ടുപിടിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും, നമ്മ അറിയുന്നുണ്ടാവില്ല. وأعتدنا لها رزقا كريما, മർറത്തിന് എന്താക്കുമ്പോൾ കാഫി. ഇനി ഒരു يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. അവിടെ കൽബിൽ മറന്നു പറഞ്ഞിട്ട് രോസപ്പെട്ട് കൊടുക്കുന്നുണ്ട്. ആസ്പത്രിയും മരുന്നും ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. അതുകൊണ്ടാ അഹ്ലുൽ ബൈത്തിൻ്റെ മഹത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളെ നന്നായിട്ട് ശുദ്ധീകരിക്കണം. നിങ്ങൾ ആരാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാരാണ്. മുഅ്മിനീങ്ങൾക്ക് ആരാ? നിങ്ങൾ ഉമ്മഹാത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കർശനമായ നിലപാട് നിങ്ങളോട് കാട്ടുന്നത് നിങ്ങൾ ശുദ്ധി ഇന്നമാ ഇട്ടിട്ടാണ്. വേറെ ഒരു ബുദ്ധിമുട്ടിക്കലുമില്ല. നിങ്ങളെ തൊട്ട് രജിസിനെ അങ്ങോട്ട് പോക്കണം. എന്നിട്ട് തത്ഹീറാക്കിയും വേണം. അപ്പം രജിസിനെ പോയാൽ എന്തായി? തഹ്ലിയത്തായി. പിന്നെ ഒയ്തഹറും തത്ഹീർ എന്തായി? തഹ്ലിയത്തുമായി. തഹ്ലിയത്ത് എന്നാൽ ഈ ഗ്ലിസറിന് പെയിൻ്റ് അടിക്കണമെങ്കിൽ ആദ്യം എന്താക്കും? മണക്കളാസിൽ ചിരണ്ടു. അല്ല ഇതുപോലെ തന്നെ പെയിൻ്റ് അടിച്ചാൽ പെയിൻ്റ് പോയിന്നേ ഉള്ളൂ. അവിടെ 2 കാര്യമാക്കലുണ്ട്. ഒരു തഹ്ലിയത്തുണ്ട്, ഒന്ന് ചിരണ്ടി എന്നിട്ട് എന്താക്കും? ഒന്ന് അരയെല്ലാം വെച്ച് വരച്ച് പിന്നെ മണക്കളാസ് ഇട്ടിട്ടൊന്ന് ഇതാക്കിയിട്ട് വേണം ഇതാക്കാനേ തഹ്ലിയത്താക്കിയിട്ട് വേണം. എന്താ ഇനി എന്താകുമ്പോൾ വെള്ളം കൊടുക്കുന്നതും പിന്നെ ചർച്ച. വെള്ളം കൊടുക്കുന്ന, നീല കൊടുക്കുന്ന, അതെന്താണ്? തഹ്ലിയത്ത്. ഇവിടെ എന്താക്കി? ലിയുദ്ഹിബ അൻകുമുർ റിജ്സ്, എല്ലാം ചിരണ്ടിയും കളഞ്ഞു. പിന്നെ വയുതഹിറക്കും തത്ഹീറ. അതാണ് നിങ്ങളത്തെ എന്തെങ്കിലും പിഴവുണ്ടായാൽ എന്താക്കും? 2 ശിക്ഷ കിട്ടൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇതെന്താ നിയമത്തിൽ മറ്റുണ്ടാക്കില്ലാത്തൊരു കർശനം നമ്മളോട്. അത് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നാരായണ മാഷ് തച്ച മാതിരിയെന്ന് ശബരിമല മാഷ് വിട്ടിട്ടുണ്ടാവില്ല. നമുക്കൊരു പ്രിയങ്കരനായ നാരായണ മാഷ് ഉണ്ടായില്ലേ, 95 മാർക്ക് കിട്ടിയ വാങ്ങി തല്ലി വട്ട പൂജ്യം കിട്ടിയോണ്ട് പോയിക്കൊന്നും പറഞ്ഞു. ഇതെന്ത് അനുഭവിച്ചത്? അതാ മമ്മൂസിനാറ് നമുക്ക് 5 മാർക്കിൽ കുറയാൻ പാടില്ല, 100ക്ക് 110 വാങ്ങണമെന്നാണ് എൻ്റെ തീരുമാനം എന്നാണ്. കണ്ടോ? അപ്പം അയാൾ ആ ഹുസ്നു നിയ്യത്ത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയങ്കരനാകാന്ന് പറഞ്ഞത്, തച്ചവകയിലല്ല. ആണല്ലേ? അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നെന്ന് ജമാഅത്തിൻ്റെ ബാബിക്കാണെന്നല്ല, മുസ്കാത്തിൽ മഴ ഉണ്ടായാൽ, ബൈക്ക് ചളിയുണ്ടായാൽ, പിന്നെന്താ വെളുക്കുന്ന സ്ഥലമുണ്ടായാൽ
ഡ്രസ്സിന് ആവശ്യമായ അവൻ്റെ അന്തസ്സിന് ഒപ്പിച്ച ഡ്രസ്സില്ല. ബനിയനിട്ട് പോകുമ്പോൾ എല്ലാവർക്കും അത് യോജിക്കൂലല്ല. പിന്നെ ഇരുട്ടായിപ്പോയി, പിന്നെന്താ ഉള്ളത്, കൈ പിടിക്കാൻ ആളില്ല. ഇങ്ങനത്തെ എല്ലാം പോയാൽ എന്താകും, ജമാഅത്തിന് പോകാണ്ട് ഉദരെന്ന് പറഞ്ഞു അല്ലേ? ഇതെല്ലാം പറഞ്ഞിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എല്ലാ വിഷയത്തിലും ഉദർ അർഹിക്കുന്ന ആളുമാണ്. കണ്ണ് കാണാത്ത ആള്, ബാസിലുള്ള ആള്, ഒറ്റയടി പാതയിൽ കൂടി നടക്കണം, കാലങ്ങൾ ഏറ്റവും ചളിക്കത്ത വീഴുക, കൂടെ കൈ പിടിക്കാൻ പകല് തന്നെ ആള് വേണം. അതേ വിഷമങ്ങളുണ്ട്. ഞാൻ പലർക്കും നിൽക്കിച്ചോട്ടാണ്. കാരണം ഇതിന് 100% അർഹിക്കുന്ന ആളല്ലേ. ഇവിടുന്ന് ഭാഗ്യത്തിലുണ്ടാ വന്നോളം എന്താ ഇങ്ങനെ. അപ്പൊ ഈ ഹദീസ് ഫുഖഹാക്കന്മാരൊന്നും കണ്ടിട്ടില്ലേ? ഫിഖിൽ പറഞ്ഞ ഇതെല്ലാം പറഞ്ഞ് ഫുഖഹാക്കന്മാർ ഓരോട് പറഞ്ഞില്ല കർശനം. പക്ഷെ ഓറ ആരാന്നറിയോ? ആരാന്ന്? സാബിഖും ബിൽ ഖൈറാത്തിന്റെ ആളിൽപ്പെട്ട ആളാണ്. നമ്മളെ മാതിരി ഒന്നും വാങ്ങിയിട്ട് കിട്ടിയാൽ ലീവ് ചോദിച്ചിട്ട് പോണ്ട ആളല്ല. അതുകൊണ്ട് അവിടെ കർശനം കൂട്ടി റുഖ്സയില്ല. അപ്പൊ ഫിഖ്ഹും അതും തമ്മിൽ വേരുണ്ടിയൊന്നുമില്ല. രണ്ടും രണ്ട് ഫീൽഡ്. ഇനി നോക്ക്, ഒതുക്കൂറിന് ആരംഭം ഒന്നും കേൾക്കുന്നില്ലേ? ഒപ്പം ഒതുമ്പോൾ ഉച്ചത്തിൽ ഓതിയട്ടെ. അവനക്കൊരു മുട്ടായി കൊടുക്കണേ, വാങ്ങിയിട്ടില്ലേ? واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. إني قرأ على إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അവിടെയാണ് ഖബർ വന്നത്. അടുത്ത ഇന്നൽ മുസ്ലിമിന ഇന്നൊരു ഖബർ വേണമല്ലോ. അപ്പം അത് ഒറ്റ ശ്വാസത്തിൽ എല്ലാവർക്കും കഴിയൂല. അതുകൊണ്ട് അത്തരം ആയത്തുകൾക്ക് റുഖ്സ കൊടുത്തിട്ടുണ്ട്. ഒറ്റ ശ്വാസത്തിൽ ഓതാൻ കഴിയാത്ത നീണ്ട ആയത്തുണ്ടല്ലോ. ഇപ്പോൾ ആയത്തുൽ ദൈനുണ്ട്. പിന്നെ നിക്കാഹ് ഹറാമാക്കപ്പെട്ട പെണ്ണുങ്ങളെ പട്ടി കണ്ടുമ്പോൾ ഒറ്റ ശ്വാസത്തിൽ ഓതാൻ കഴിയില്ല. ഞങ്ങളുടെ സ്ഥലത്തുള്ള റുഖ്സ ഉണ്ട്. വായന പൂർത്തം നിൽക്കുന്നത് കേട്ടോളാം. പിന്നെ ചിലർക്ക് കഴിയും. പക്ഷെ അങ്ങനെ തക്കൊല്ലൊന്നും വേണ്ട. പക്ഷെ എടുക്കുമ്പോൾ എന്താക്കണം, അപ്പുറത്തേക്കൊന്ന് വേണ്ടാണ്ട് കൊളുത്താൻ പാടില്ല. മുമ്പെന്ന് എടുക്കണമെന്ന് കേട്ടതിൻ്റെ വകയിൽ എഴുന്നോ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊളുത്തല്. അപ്പം വായന ബൈകിൻ്റെ പെടും. അപ്പോൾ ഇവിടെ എന്താക്കി, ആണ് പെണ്ണ് പെണ്ണാക്കി എല്ലാം മുസ്ലിമീനെ മുസ്ലിമാൻ, മുഅ്മിനീനെ മുഅ്മിനാത്ത് എല്ലാം ഇരട്ടിയിട്ട് പറഞ്ഞില്ലേ. ഇനി وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അപ്പം അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ മുഅ്മിനായ ആണിനോ മുഅ്മിനായ പെണ്ണിനോ പറ്റില്ല. അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്തെടുത്തില്ല.
അല്ലെ പിന്നെ അതിൽ തന്നെ അപ്പോൾ ഇപ്പോഴെന്നുണ്ടാൽ ഒന്ന് ഖുർആൻ്റെ നസ്തായ ശരീഅത്തുകളുണ്ട്, അത് ഖലല്ലാഹു റസൂലുഹു. ചിലത് ഇഷ്കാലാകുന്ന രംഗത്തൊന്നുണ്ടാകും, ഇസ്തിഖാറത്ത് വെച്ചിട്ടുണ്ടാകും. ശരഈയ ഇസ്തിഖാറത്തുണ്ടല്ലോ, എന്നല്ലാണ്ട് വേറെ അത് നോക്കുന്നു, അത് ശരാംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എന്താക്കി പിന്നെ അതല്ല വെടിക പിന്നെ അത് തന്നെ ഇത് ഇസ്തിഖാറത്ത് ചെയ്യണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താ മഅസിയത്ത് വന്നു. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഇനി ഇവിടെ ആരുടെയും തുടങ്ങാതാക്കുന്നത് وَإِذْ تَقُولُ لِلَّذِي أَنْعَمَ اللَّهُ عَلَيْهِ وَأَنْعَمْتَ عَلَيْهِ أَمْسِكْ عَلَيْكَ زَوْجَكَ وَاتَّقِ اللَّهَ وَتُخْفِي فِي نَفْسِكَ مَا اللَّهُ مُبْدِيهِ وَتَخْشَى النَّاسَ وَاللَّهُ أَحَقُّ أَنْ تَخْشَاهُ فَلَمَّا قَضَى زَيْدٌ مِنْهَا وَطَرًا زَوَّجْنَاكَهَا لِكَيْ لَا يَكُونَ عَلَى الْمُؤْمِنِينَ حَرَجٌ لكي لا يكون على المؤمنين حرج في തൻവീന് ശേഷം പാപം എന്താ പറയുന്നത്? لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. അതുകൊണ്ടോ ഒറ്റ ഫീലാന്ന് അള്ളാഹിനെ കൊള്ളി വിശനാതാക്കി, അതേ ഫീൽ തന്നെ നബിതങ്ങളെ കൊള്ളി വിശനാതാക്കി. അവിടെ അൻഅമല്ലാഹു അൻഅമ എന്നൊരു ഫീൽ കണ്ടില്ലേ? അപ്പോൾ അവർക്ക് അള്ളാഹു തആല നിഅമത്ത് ചെയ്ത് തങ്ങളും അവർക്ക് നിഅമത്ത് ചെയ്തു. അപ്പം അതിൻ്റെ അർത്ഥം അള്ളാഹ് ചെയ്ത അതേ അർത്ഥത്തിലല്ല ഇവിടെ വരിക. ഖാലിഖായ അള്ളാഹിലേക്ക് ചേർക്കുന്ന അൻഅമാൻ്റെ മാനയല്ല ഇവിടെ ഉണ്ടാകല്. വിധങ്ങളെ കൊള്ള ചേർത്ത് അൻഅംത എന്ന് പറഞ്ഞതിൻ്റെ മനുണ്ടാകില്ല. പക്ഷെ രണ്ട് ഭാഗത്തു നിന്നും അവർക്കെന്തുണ്ട്? അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ആരാന്ന്? സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു ഹാരിസ്. കുറെ കള്ളന്മാർ തട്ടിക്കൊണ്ട് പോയിട്ട് മക്കയിൽ വിറ്റതാണല്ലോ. അങ്ങനെ ഖദീജ ബീബിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു. ഖദീജ ബീബി എന്താക്കി? നിബന്ധങ്ങൾക്ക് ഖാദിമായി നിശ്ചയിച്ചു കൊടുത്തു എന്നല്ലേ. അപ്പോൾ തങ്ങളെ ഖാദിമായി കഴിഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാണ് വലിയ എന്തെങ്കിലും വേണം. അപ്പോൾ അൻഅമല്ലാഹു അലൈഹി സഹാബിയായി ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതോടൊപ്പം തന്നെ തങ്ങളെന്താക്കി? സ്വന്തം മോനെ പോലെ കൊണ്ടുപോകണം. അപ്പം അൻഅംത അലൈഹി. എന്നിട്ടോ മോനെ തന്നെ വിളിക്കാനും തുടങ്ങി. പക്ഷെ പൊറ്റുമോനാണ്, സ്വൽബിലുള്ള മോനല്ല എന്ന് മാത്രമല്ല തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അല്ലേ. ഹിബ്ബിഹി എന്ത് ഉസാമ ഓറ മോനാണ്. എന്നിട്ടോ വബിനു ഹിബ്ബിഹി, ഹിബ്ബിഹി വബിനു ഹിബ്ബിഹി, തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് എന്നുള്ള പേര കിട്ടിയവർക്ക്. വേറെ മോനിക്ക് കിട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട ആള് പ്രിയപ്പെട്ട മോന്. അപ്പോൾ തങ്ങളെ മക്കളിൽ നിന്നൊരു സ്നേഹം ഇത്രമാത്രം കിട്ടുക, വാത്സല്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അൻഅംത അലൈഹി. അപ്പം രണ്ടിൻ്റെയും മറുതി അടുത്തേക്ക് അൻഅമല്ലാഹു. അപ്പോൾ ഒരേ ഫിഅല് എന്താക്കി? രണ്ടും രണ്ടർത്ഥത്തിന് പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ ശിർക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശിർക്ക് വരേണ്ടത്. അപ്പം പറയുന്നതൊക്കെ ശിർക്കിൻ്റെ അർത്ഥം അറിയില്ല, ഇതിൻ്റെ അർത്ഥം അറിയില്ല, ഒന്നും അറിയില്ല. കട്ടിലക്കാല് പോലെ മൂന്നെണ്ണം പാണ്ഡവന്മാർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഇങ്ങനെയൊന്ന് കട്ടിലക്കാല് പോലെ മൂന്നെണ്ണം. അപ്പം എത്ര കത്ത്? അഞ്ഞൂറ് എനിക്കറിയാം. അവിടെ മഞ്ഞൾ പോലെ വെളുത്തിട്ടാണ്. അപ്പം ഈ പറയുന്നതൊക്കെ എന്താക്കി? എനിക്ക് ഖുർആനും അറിയാം, ശിർക്കും അറിയാം, തൗഹീദും അറിയാം, ശിർക്കത്തിലൊന്നും അറിയില്ല. ഒരു
ما كان على النبي من حرج فيما فرض الله له سنة الله في الذين خلوا من قبل وكان أمر الله قدرا مقدورا الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله وفضلا وبشر المؤمنين بأن لهم من الله فضلا كبيرا. terus പറഞ്ഞ് ഒന്ന് ഷാഹിദ്, രണ്ട് മുബശ്ശിർ, മൂന്ന് നദീർ, നാല് ദാഇയൻ ഇലല്ലാഹി, നാല് സിറാജ് മുനീർ. അപ്പം സാധാരണ ആളാ നമ്മൾ പോലത്തെ ആളാന്ന് പറഞ്ഞാൽ ഈ ഒന്നിക്കൽ ഇതെല്ലാം ഉസാബി പറയുന്നത് എനിക്കുണ്ടെന്ന് അർത്ഥം ഇങ്ങനല്ലേ? എന്നാൽ ഇത്രയും ബദിഹിയായ വ്യക്തമായ കഥകൾ വിളിച്ചു പറയുന്നിട്ട് അതൊരു ആശയായിട്ട് സമുദായത്തിൽ വളരുന്നുണ്ടല്ലോ, അതല്ല ശത്രു. കിഫാത്തുൽ ഹബീബ് വലിയ വെച്ചു എന്ന് പറഞ്ഞു. മറ്റുള്ള അമ്പിയാക്കളെയും വിട്ടിട്ടിട്ട് 1000-ഓളം ഖുസൂസിയാത്ത് മനാഖിബുൽ ജുസിയാത്തിന്റെ ആയത്തിൽ തീരൂല. പിന്നെ ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. يا أيها الذين آمنوا إذا نكحتم المؤمنات ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. ഭാഷയിൽ പറഞ്ഞത് ഫിഖഹിയായ മസ്അലല്ലേ പറഞ്ഞത്. മോഹിനിയാത്തുകൾ നിക്കാ ചെയ്ത് ഓളമായിട്ട് സ്പർശനമോ ഒന്നും ഉണ്ടായിട്ടില്ല, അതായത് ദുഃഖമില്ല.
തമസ്സുഹുന്ന, എന്നാൽ അവളെ മേൽ ഇതിൻ്റെ ബാധ്യതയില്ല. അപ്പം ഫമാലക്കും അലൈഹിന്ന എന്ന് പറയുമ്പോൾ ഭർത്താവിനോടുള്ളൊരു ബാധ്യതയാണെന്ന് ഇപ്പം വന്നത്. ഒന്ന് ലാമിട്ട് പറഞ്ഞു, മറ്റൊന്ന് അലയിട്ട് പറഞ്ഞു. ഒരു കടമയെ കുറിച്ചിട്ട് ലാമിട്ട് പറഞ്ഞാൽ അത് കിട്ടേണ്ട ആളാന്ന്, അലയിട്ടിട്ട് പറഞ്ഞാലോ കൊടുക്കേണ്ട ആളുണ്ട്. അപ്പം ഫമാലക്കും അലൈഹിന്ന. അപ്പം ദുഹൂലാകുമ്പോൾ തലാഖില്ല, എന്ത് വേണ്ട? ആ തലാഖിന് സിറാത്ത് എന്തും മൗത്ത് വെച്ച് മരണത്തിൻ്റെ പേർ തന്നെ നോക്കുമ്പോഴാണ് അത് ദുഹൂലുണ്ടായാലും ഇല്ലെങ്കിലും. എന്താന്ന് പറഞ്ഞാൽ അറിയിക്കൂട്ടിട്ട് കൂടിയിട്ട് ഇങ്ങനെ ഹൽവത്തിലിരിക്കുന്ന ജിന്നാലാത്തി കണക്ക് ഇരിക്കണമെന്നൊന്നും അതിനൊന്നും അർത്ഥമില്ല. അപ്പം ഉണ്ടെങ്കിൽ വിശ്വസിക്കാൻ ചെയ്യുന്നില്ലേ? ഇല്ലാത്തല്ലോ പിച്ചുകുട്ടി ഉണ്ടാക്കിയിട്ട് പണ്ട് ഇതിൻ്റെ ഇതെല്ലാം പറഞ്ഞേക്കുമ്പോൾ പോലെ ഹിന്ദു പടങ്ങൾ നമ്മളൊന്നും ഇതിൽ കയറാത്ത നന്നായി. അല്ലെങ്കിൽ നമ്മളെ പുരുഷന്മാരും ആക്കിയപ്പോൾ ഇങ്ങനത്തെ കഷ്ടപ്പാടുണ്ട്. എവിടെ കഷ്ടപ്പാട്? ഇല്ലാത്ത ഉണ്ടാക്കിയിട്ട് മറ്റുള്ള വ്യാഖ്യാനിച്ചു കൊടുക്കില്ല. നമുക്ക് കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൂച്ചിലേക്ക് ഇറങ്ങാൻ പാടില്ല, അവള് പകലെ വിളിച്ചിട്ടില്ല. അപ്പം എന്താക്കണം? കാർക്കിടണം. എന്താണ് മുട്ടിയത്? ആരാ പറഞ്ഞു? കണ്ടം പൂച്ചനെ കണ്ടുകൂടാ. ഇപ്പം ഭയങ്കര പറ പൂവും കോയിനെ കണ്ടുകൂടാ. ഒരു പുരുഷനായുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. തെറ്റിൽ പറഞ്ഞ ഇന്ത്യ വേണ്ടതില്ല. 6 വർഷം പാലിക്കൽ തീർന്നു. ഒന്ന് ഈ പറഞ്ഞ പീരീഡ് എത്തുന്നത് വരെ വിവാഹം ആലോചിക്കുക ഉണ്ടാകും. പിന്നെന്താ 1, 2, 3 ഇങ്ങനെ ഉണ്ടേറി ഭംഗിക്ക് വേണ്ടിയുള്ള ഭൂവെണ്ണ തേക്കണ്ട, രോഗത്തിന് ഇവിടുന്ന് എണ്ണ തേക്കാം. കണ്ണിന് ഭംഗിക്ക് വേണ്ടിയുള്ള സുറുമ്പേട്, കണ്ണ് രോഗത്തിന് വേണ്ടിയുള്ള സുറുമ്പേടാണ്. പിന്നെ ആഭരണങ്ങൾ മുതലൊക്കെ ചോദിച്ചു കൊടുക്കുക. അത് തന്നെ കട്ടുപോകുന്ന പൊടി ഉണ്ടെങ്കിൽ രാത്രി നിൽക്കുന്നുണ്ട്. സൂക്ഷിക്കാൻ സ്ഥലമില്ല, അതിൽ വേണം പോക്കറ്റ് എടുത്തില്ല. എന്നാ തിരിച്ചോ ഇത്ര മാത്രം അള്ളാഹുവിനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതാരും അറിയും കൂട്ടി കുത്തിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ഭംഗിയുടെ വസ്ത്രം, അതുകൊണ്ട് വെള്ളേൻ്റെ ഓണമെന്നില്ല. ഭംഗിക്ക് ചമയിച്ച ഡിസൈൻ കൊടുത്ത വസ്ത്രങ്ങളുണ്ടല്ലോ. എന്താ അർദ്ധരാത്രിക്ക് മനുഷ്യൻ അവിടെ താമസിക്കേണ്ട പരിചയം വെക്കണം. അവിടെ തന്നെ എടുക്കാൻ പാടില്ല. അപ്പം എന്തൊക്കെ അർദ്ധരാത്രി അങ്ങനെ വേലയൊക്കെ പോകുന്നെങ്കിൽ പുറത്ത് കേൾക്കുന്നെങ്കിൽ അവിടുന്ന് കേട്ടോ. പിപ്പിയിലാക്കിയിട്ട് കൊണ്ടുത്തരുമെങ്കിൽ വേറെ കൊണ്ടുത്തരുന്നുണ്ടല്ലോ ഇപ്പോൾ. എന്നാൽ പോകണമെന്നില്ലല്ലോ. പിന്നെ പുലർക്കാർക്ക് ആളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പൊട്ടി വരും. എന്നാൽ അയാൾ കോമിക്കെല്ലാം കാണുള്ളൂ. അയാൾ പറയും ചെയ്യാം, ഞാൻ പൊട്ടിപ്പിക്കാവും. ഇത്ര ആളുണ്ടോ ഞാൻ ഇവിടെ വന്ന് ഞാൻ ആരാന്ന് മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞോണ്ട് എന്തെല്ലാം വായ്പോയി മണ്ട് മാറ്റി കിടക്കുന്ന കുഞ്ഞിനെ മുണ്ട് മുറുക്കിയിട്ട് കൊല്ലലല്ലേ. ഗർഭിണിയായ മണങ്ങം വെച്ച് ഉള്ളിന് കുഞ്ഞിയുണ്ട്. അതാ ഉമ്മ വെച്ച പോലെ എന്താക്കുമോ നനഞ്ഞ മുണ്ട് മുറുക്കിയിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് വെച്ച പോലെ. മറ്റേ ഈ ലോഡ് കയറ്റുന്ന ലോറിക്കില്ല കയറി കമ്പനിരിക്കുന്ന അപ്പം എന്താ പുള്ളി ശ്വാസം പൊട്ടിയിട്ട് കുഞ്ഞിനെ വിളിക്കും. ഇതെന്താ പറയുന്നത്? ഓപ്പറേഷൻ ചെയ്തെടുക്കണം. എന്നാൽ അതല്ല മറമാടി പോയെങ്കിൽ പോലും കബറ് തുറക്കൽ ഗുരുവാണ്. എപ്പോഴും കുഞ്ഞിന് ജീവൻ പ്രതീക്ഷയുണ്ടെങ്കിൽ ഇതാ ഫിറ്റ് പറഞ്ഞു അല്ലേ? 10 മിനിറ്റില്ലേ എന്തുവെങ്കിലേക്ക് വന്നത്? പണ്ടുകാല നടപ്പിലുള്ളവരെ സംഭവം നമ്മൾ തലപ്പറമ്പിലുണ്ടായില്ലേ? അറിഞ്ഞാൽ ചെയ്യോ? നിങ്ങൾ സ്വന്തം വീട്ടിലുണ്ടാക്കിയിട്ട് മാറ്റി മറിക്കലല്ലോ എല്ലാം. അതെ അതെ അങ്ങനെ എല്ലാം പോയിക്കൊള്ളുന്നില്ല. അത് മറ്റേ
ഷറഫലിക്കമ്മി പറഞ്ഞല്ലേ ഉമറുദ്ദീന്റെ കാലത്തിലുണ്ട്. അപ്പോൾ വഫാത്തിനെന്താണ് നിരുപാധികത്വമാണ്. അത് രണ്ട് കോഴ്സേ ഉള്ളൂ. അതെ, ഒന്നുകിൽ ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെതായ ഗർഭിണിയാണെങ്കിൽ എപ്പോഴാണോ പ്രസവിക്കുന്നത്, ചിലപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് കാരണം റൂഹ് പോക്കോ ഇവിടുന്ന് പ്രസവിക്കലും വന്നു. അയാളെ പിന്നെ അഹത്തിലേക്ക് പോയി ഇവിടെ കുഞ്ഞ് ജനിച്ചത് ഇത്രയും ഒന്നുമില്ല. ഔലാത്തുല്ല ഹമാല് അജലുഹന്ന അയ്യുന്ന ഹംലഹുന്ന അല്ലേ, 4 മാസം 10 മാസം. രണ്ടല്ലാത്ത മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ല. വഫാത്തല്ലാത്ത വേറെ ഉണ്ടാകും, തലാഖ് ഉണ്ടാകാം, പിന്നെ ഫസ്റ്റ് ഉണ്ടാകാം, ഫുള്ളുണ്ടാകാം. എന്തുണ്ടെങ്കിലും എന്താവും, അത് ആദ്യം നോക്കണം. ഗർഭിണിയാണോ ആദ്യം ചോദിക്കരുത്. ഇയാളെ മകയിൽ ഗർഭിണിയാണോ പ്രസവിക്കല്? അതില്ലേ, എന്നാൽ പിന്നെന്താണ് കൃത്യമായിട്ട് മെൻസസ് പീരീഡ് ഉണ്ടാ, എന്നാൽ പിന്നെ 3 കുറവ്. അതും ഇല്ലേ, എന്തുകൊണ്ടാണ് മെൻസസ് ഇല്ലാത്ത? അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള പ്രായമായിട്ടില്ല, അല്ലെങ്കിലോ അതിന് എക്സ്പയറി ആയിപ്പോയി, അങ്ങനെയൊന്നും വരാല്ല. എന്നാൽ കമലിയായ 3 മാസം അല്ലല്ല 6 ദിവസം വരെ 90. അത് മാസം ചിലപ്പോൾ 29 ഉണ്ടാകും, 30 ഉണ്ടാകും. അത് അങ്ങനെയായിരിക്കും. ഇടയിൽപ്പെട്ടതാണെങ്കിൽ 30 എന്ന് കണക്ക് പിടിക്കണം. ഒരു മാസത്തിൻ്റെ ഇടയിൽപ്പെട്ടാൽ എന്താകണം, 30 എണ്ണണം. ആ മാസം 30 ആക്കണം. അപ്പം 2 ദിവസം കൂടും. ചിലതാക്കും തുടർച്ചയായിട്ട് 29 ദിവസമാണെങ്കിൽ 87 ദിവസം കൊണ്ട് തീർന്നു. 29, 20 അങ്ങനെയും വരാല. 29 കുറയലുമില്ല, 30 കൂടുതലുമില്ല. അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ 29, 30, 29 എങ്ങനെയും ആവാം, അല്ലെ 30 ആക്കാം. ഇടയിൽ മുറിഞ്ഞാൽ എന്താക്കണം, ആ 30 പൂർത്തിയാക്കിയിട്ടുണ്ടാവും, അല്ലേ? അത് അല്ലേ, അതാ ആ കോഴ്സല്ലെല്ലാം ഇപ്പം എണ്ണിയത്. മെൻസസ് ഉണ്ടാകുന്നാക്കല്ലേ കുറവ് പറയാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ഓപ്ഷൻ മാറിയില്ലേ, ഗർഭമുണ്ടോ ഇല്ല, മെൻസസ് കൃത്യമായിട്ടുണ്ടോ നാം മാറി, പിന്നെ അവിടെ പ്രസവിക്കില്ലല്ലോ. അതും പെട്ട് മെൻസസ് ഒന്നിക്കിൽ ഇല്ലാണ്ടായി, തീരെ ഉണ്ടാകലില്ല. ചിലപ്പോൾ എന്താവും, അതിൻ്റെ പീരീഡ് കഴിഞ്ഞ് പോയി, ചില വയസ്സെത്തി കഴിഞ്ഞാൽ എന്താവും, അത് എക്സ്പയർ ആയിട്ട് പിന്നെ വരൂല. അങ്ങനെയൊന്നും വരാല്ല. എന്നാലെന്താക്കും, മാസത്തിലേക്ക് പോകും. പിന്നെ അവിടെ കുറവ് നോക്കാൻ കഴിയൂലല്ലോ. ഇപ്പോൾ أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبناتك عمك وما ملكت يمينك مما أفاء الله عليك. അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ് ഏത് മിമ്മ അഫ അള്ളാഹു എൻ്റെ മോൾ അത്തഫല്ല, ഏത് ഭവനാത്തി അമ്മിക്കാം നാലിമി നോക്കടാ. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇന്ന അഹ്ലൽനാക ലക അസ്വാജകല്ലാത്തി ആതൈത ഉദൂറഹുന്ന 1 വമാ മലകത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക 2 വബനാത്തി അമ്മിക. അത് ഈ മിമ്മാ അഫാ അല്ലാഹുവിൻ്റെ വാക്യമല്ല. അത് യുദ്ധത്തിന് ഫൈ ആയിട്ട് വന്നതെന്നില്ല, ആദ്യം എണ്ണിയ അതാ ബനാത്തുഅമ്മ. ബനാത്തുഅമ്മ ഉപ്പാര ബംഗ്ലാവോളാണ്. അത് യുദ്ധത്തിൻ്റെ അട്ടല്. അപ്പം എന്തുമ്പോൾ അത്തുപാക്കാൻ ഞാൻ മോദമിങ്ങനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മസാല ആണല്ലോ കാട് കയറും. ബാക്കിയെല്ലാം കുടുംബക്കാരുണ്ടെന്ന്. കുടുംബം എന്ന് പറഞ്ഞാൽ മുഹറമാത്ത് അല്ലാത്ത ബനാത്തി അമ്മിക്ക, ബനാത്തി അമ്മാത്തിക്ക. അതാരായി ഉപ്പാര സഹോദരിമാർക്കാണെന്ന് പറയും. അമ്മ സഹോദരന്, സഹോദരിക്ക് അമ്മ. അപ്പോൾ ഇളയപ്പാരെ പിതൃ സഹോദരൻ, അത് മൂത്താമതൊക്കെയല്ല.
ബനാത്തി ഖാലിക്ക ഉമ്മാരെ സഹോദരിമാർക്കാണ് ഖാല് എന്ന് പറയും. ഉമ്മാരെ ആങ്ങളക്ക് ഖാല്, അപ്പൊ കാരണോറ മോള് ഖാലത്ത്, അപ്പൊ ഉമ്മാരെ സഹോദരിയുടെ മോള്. അതാണ് പെങ്ങളെ കെട്ടാന്ന് മുലാർക്ക പറഞ്ഞു. എഴുന്നൂറാ പള്ളിയിലെ മുലാർക്ക പറഞ്ഞു, ഇപ്പം പറഞ്ഞ മുലാർക്ക പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. എന്നാണ് ഉമ്മാരെ സഹോദരൻ്റെ മോളെ പൊങ്കോന്നാലും വിളിക്കല്. നീ പൊങ്കോന്ന് വിളിച്ചുകൊണ്ട് ഭക്ഷണം മാറ്റി വേണ്ടി എന്നാൽ ഈ സാധനത്തിന് സ്വർണ്ണം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഇത് ചായ കുടിക്കാൻ പാടില്ലെന്ന് വരുമോ? സ്വർണ്ണപാത്രത്തിൽ കുടിക്കാൻ പറ്റുമോപ്പാ? ഇല്ലല്ല. ഇത് ഞാൻ സ്വർണ്ണം എന്ന് പേരിട്ടു, ഗോൾഡ്, നീ കുടിച്ചുകൂടോ? അതെ വെളിഞ്ഞ് വെച്ച്. അപ്പൊ കാരണം എന്നോട് ചോദിച്ചല്ല അയച്ചിക്കാറ്, അത് തറഞ്ഞ് കുടുങ്ങി പറഞ്ഞു ഇതല്ലാത്തല്ലോ. അന്നാ പിന്നെ അവനോട് തടാൻ പോണ്ടി. ഞാൻ പറഞ്ഞ് ഓനാ തൽക്കാലം മോന്തിക്ക് പള്ളിയിലേക്കാക്ക് രണ്ടാമതെല്ലാം കഴിഞ്ഞിട്ട് കാന്തവളെല്ലാം കത്തിച്ചിട്ടുണ്ടാക്കാൻ കൊണ്ടാണ്ട് സലാവത്തിൻ ചൊല്ലി കൊണ്ട് പോയിക്കോ. ഓനിക്കവിടെ അറിയാക്കുണ്ട് അറവേണ്ട അറിയാക്കാനുള്ള പറഞ്ഞ ലോഡിച്ച് വാങ്ങിക്കോട്ടു. എന്നാ പിന്നെ കൊടുക്കുമ്പോൾ ചോദിക്കുന്നു ഓൻ്റെ പേർക്കെന്ന് ഓനെ തന്നെ തൊടാൻ വാങ്ങിച്ചോ, ഇതാ കുടുങ്ങിയപ്പോൾ ചോദിക്കാൻ ചോദ്യം. ഏതായാലും പെങ്ങളെ കെട്ടാന്ന് പള്ളിയിലെ മുലർക്ക പറഞ്ഞത്. ഇതാണ് ഇപ്പോഴത്തെ മുലർക്ക. വ്യാജാരം എവിടെ പോയിട്ടാ കൊണ്ടാകുന്നു ഇപ്പം ഇങ്ങനത്തെ മുലർക്കാനാ? പുതിയ സ്ഥലം ഉണ്ടാക്കാൻ ഇവിടെ ബനാത്തി ഖാല് ഖാലാത്തിക്ക കൊണ്ടാണില്ലേ? أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك. അവിടെ വെച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ് എന്തുണ്ട് ഒറ്റ മാസത്തിൽ കൂടി വരുന്ന മെഹ്റം കറാഹത്താണ് എന്നൊരു മസാലുണ്ട്. അപ്പം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു കെട്ടിയതോ അവിടെ ഒറ്റ മാസത്തെ അല്ല. അതൊരു ചോദ്യം വരൂലേ? ഇതേ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളല്ലേ അലിയാർ കിട്ടീന്, അലിയാർ തങ്ങൾ കിട്ടീന്. അലിയാർ തങ്ങാരാന്ന് മൂത്താപ്പ അബ്ദുല്ലാന്റെ ഏട്ടനല്ലേ അബൂ താലിബ്. അബൂ താലിബിന്റെ മോനല്ലേ ഇത് അല്ലേ? അപ്പം എത്ര മാസത്തിൻ്റെ അവിടെ? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപ്പാരെ ഏട്ടൻ അബൂ താലിബ്, അബൂ താലിബിൻ്റെ മകൻ അലി. അലി കെട്ടുന്ന ഇവിടെയെന്നു ഇവരുടെ മോള. കാരണോറ മോളാകുന്ന അവസരത്തിൽ നിന്നുണ്ട് ഒറ്റ മാസത്തേടുള്ളൂ. കാരണം ആ മാസത്തിൽ ഇറങ്ങി കാരണമില്ലാത്ത ഇറങ്ങിയ കാരണോറ് മെഹ്റമായില്ലേ? അതുപോലെ ഖാലാത്തും മെഹ്റമായില്ലേ? അമ്മത്തും മെഹ്റമായില്ലേ? അതായത് ഒരു പടി സൈഡിലോട്ട് ഇറങ്ങിയാൽ നേരെ മെഹ്റമിലേക്ക് എത്തുമെങ്കിൽ കറാഹത്തുണ്ടെന്ന് പറ്റും വേണ്ടി. അത് കറാഹത്തിനൊന്നും സഹിക്കാവൂല എന്ന് അർത്ഥമില്ല. وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن وبنات خالاتك اللاتي هاجرن معك. هذا وصفه يعني امرأة مؤمنة برضه. وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين.
ഏനെ قد علمنا ما فرضنا عليهم قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما تؤتي من تشاء منهن وتؤوي إليك من تشاء ومن ابتغيت ممن عزلت فلا جناح عليك ذلك أدنى أن تقر أعينهن ولا يحزن ويرضين بما آتيتهن كلهن والله يعلم ما في قلوبكم وكان الله عليما حليما ബികുല്ലുഹുന്ന എന്തിനാ തൗക്കീദാന്ന് ഷമാസ് പറഞ്ഞേ? വജർലൈന ബിമാ ആതൈതഹുന്ന കുല്ലുഹുന്ന. അഷ്കറൂറിയോ ഇത് കുല്ലുഹുന്നാണ് നമ്മൾ ചർച്ച. അപ്പോൾ വഴി പഠിച്ച ന്യായവല്ലാടെ പോയിരിക്കാം. ചെറുതൈന നമ്മളൊന്ന് തീരുമാനിച്ച് പറയും. ആത്തൈത്ത ഹുന്നാന്റെ ഹുന്നയിന്ന് ഇതല്ല, അങ്ങനെയാണ് ഉണ്ടാവില്ല. അത് കുല്ല ഹുന്നാന്നാ പറയുന്നത്. ഏതാകുമ്പോൾ നസുബായിട്ട് വരും. അപ്പൊ എർലൈനാന്റെ ഫായിൽ നിന്ന് തെക്കീതാണ്. ശരില്ല, ഫായിലിന് തെക്കിയതാണ്. അപ്പൊ കുല്ലു ഹുന്ന ഉണ്ടല്ലോ, കുല്ലൂന്ന്. അങ്ങനെ പോലെ ഉണ്ടല്ലോ, ഞാൻ അവിടെ തോണ്ടിയത്. നെഹബ് വേഗം പഠിക്കാൻ നെഹബ് പഠിക്കാൻ വേണ്ട ഖുർആൻ ഓതിയാ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. എന്നോട് വെച്ചാൽ ഞാനങ്ങനെ എത്രയും പറയും, പഠിക്കാൻ തന്നെ കിട്ടും. പിന്നെ നെഹബ് കാലമായ കാലം തേച്ചും 25 കൊല്ലം നെഹബ് ഓതിന്നല്ലേ പറഞ്ഞു പള്ളി ദിവസം പോയിട്ട്. എന്നിട്ട് കാമ സൈദ് എന്ന് പറഞ്ഞാൽ സൈദ് എന്താന്ന് ചോദിച്ചാൽ ഫായിൽ. ഞാൻ 3 ഫായിൽ നിന്നാണ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ കണ്ട് ഏറാബ് കിട്ടുമ്പോൾ അവിടെ ഒരു സൂറയുണ്ട് കുബറയും ഉണ്ട്. സൂറ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ജുംല, കുബറ എന്ന് പറഞ്ഞാൽ 2ാമത്തെ ജുംല. ഈ സൂറ കണ്ടെത്തേണ്ടത് തനിയൻ അവിടെ കിട്ടായി പറയില്ല. മനസ്സിലായിട്ടില്ല? കാമ സൈദുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂറ ഏതാ? ഹാദാ ഫായിലുൻ. കാമ ഫേലാണ്, സൈദ് ഫായിലാണ്, ഹാദാ ഫായിലുൻ. ഇത് ഓറ് പറയൂല. മുസന്നിഫ് കൊടുത്ത ഓരോന്നിൽ ഇത് ഫായിലാന്ന് ഇത് മഫൂലാണ്. ഇൽത്തിമാസ് എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞേക്കും. അത് നമ്മൾ എന്താക്കണം? കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ ഇനി ഈ ഫായിലിനെ കൊണ്ടുപോയി എന്താ കാട്ടേണ്ടത് എന്താകും? ലേവൻ്റെ ഇത്തായി പറയും. അവിടെ തുല്ലി ഉണ്ടാവും. കൊല്ലു ഫായിൽ മറപ്പോൾ മോനെ അല്ലേ? ഏടെ നിനക്ക് ഫയൽ കിട്ടി വീണ്ടും കിട്ടിയാലും കാർഡ് വേഗം കിട്ടിയാലും ശരി, എന്ത് ഫയലാന്ന് പറഞ്ഞാൽ അതിനെ മറപ്പുമാക്കണോന്ന് എന്താക്കും ലേവൻ്റെ ഇത്തായി പറഞ്ഞു. അമ്മ എന്താണ് കുട്ടി വായിക്കുക? അത് അവിടെ അതാ മറപ്പു. അപ്പൊ റബ്ബ് കിട്ടി. എന്ന് ചോദിക്കേണ്ടത് എങ്ങനെയാ പിന്നെ റബ്ബ് കൊടുക്കുക? റബ്ബെ പലതെല്ലാം കൊടുക്കില്ല. ചിലതിന് അരികൊണ്ട് കൊടുക്കും, ചിലതിന് ബാബു കൊണ്ട് കൊടുക്കും, ചിലതിന് ഹർക്കത്ത് കൊണ്ട് കൊടുക്കും. അങ്ങനെ പല കോലത്തിലല്ലേ. എന്താ സമാധാനം നീ നോക്കുന്നു? നീ വലിയ നെഹവിനായില്ലല്ലോ. ഇപ്പം എന്താ ഈ എല്ലാം മറിഞ്ഞ ഇപ്പൊ സെൽവിയാക്കി ഉണ്ടാകുന്ന നെഹവെല്ലാം പോയി. അപ്പൊ
അപ്പം എന്താക്കോ ഒന്ന് കണ്ടുപിടിക്കണം, ഇത് മുഫ്രദാണോ തസ്നിയാണോ ജമ്മാണോ. മുഫ്രദാണെങ്കിൽ പിന്നെന്താണ് അത് കണ്ടുപിടിക്കണം, അത് നമ്മളെ തല. മുഫ്രദ് വന്നാൽ എന്തുകൊണ്ട് ഹറക്കത്തുകൊണ്ട് സൈദൂൻ ആംറൂൻ എന്ന് പറയും പോലെ ഹറക്കത്തുകൊണ്ട് എന്താക്കും കൊടുക്കും. തസ്നിയാന്ന് തലച്ചോറ് കൊണ്ട് കണ്ടെത്തിയാൽ തസ്നിയാക്ക് എന്താക്കണം അലിഫ് കൊണ്ട് കൊടുക്കണമെന്ന് കിട്ടും. അതുകൊണ്ട് ലെവലിൽ കിട്ടാൻ എന്നല്ലാണ്ട് ഇത് ഫായിലാണ് ഇത് മഫൂലാന്ന് ഓറ് അറിയില്ല. കാമെന്ന പേര് സൈദ് അതിൻ്റെ ഫായില് ഫായിലെന്ന് വെച്ചാൽ നിന്നാള് എന്നല്ല, ഈ ഫേല് ചേർക്കപ്പെട്ട ഒരാള്. പണ്ട് ജാബിന്ന അവിടെ മക്കത്തുനിന്ന് യൂണിവേഴ്സിറ്റി വെറുതെ പോയപ്പോൾ ഒന്ന് കുടുക്കി. ലറബ സൈദിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. സൈദ് അടിച്ച് അല്ലേ. അപ്പൊ സൈദിന്റെ ഇറബ് എന്താന്ന് ഫായില് എന്തുകൊണ്ട് അടിച്ചോണ്ടല്ലേ അല്ലേ. മാ ലറബ സൈദ് എന്താ ഇറബ്? സൈദിന്റെ ഇറബ് ഷമസ് വരാം. എന്തൊരക്ഷരം എന്നങ്ങനെ പറഞ്ഞ മാതർബ സൈദ് അല്ല, മാതർ അർത്ഥം പറയും. സൈദ് അടിച്ചിട്ടില്ല, അടിക്കാത്ത ആളെ ഫായിൽ നിന്നിട്ട് വെറുതെ ചാർജ് കയറ്റില്ല. എന്തിനാ പരാതിന സൈദ് അടിച്ചിട്ടില്ല അങ്ങ് പറയാ, പിന്നെ അയാൾ ഫായിലൊന്നും പറയാ. ഇത് എന്താ അപ്പൊ ഇതെല്ലാം നിരപരാധിനെ പറ്റി കൂട്ടിലാക്കലേ. ഏത് അതെ ഞാൻ ചോദിക്കുന്നത് മാ നാപ്പ അടിച്ചിട്ടില്ല എന്നല്ലെങ്കിൽ അതേ പറഞ്ഞ്. എന്നിട്ട് സൈദിന്റെ ഏതാ എന്താന്ന് ഫായില്. ഫായില് ഇങ്ങനെ അടിച്ചോണല്ലേ. അപ്പൊ അടിക്കാത്ത ആൾ അടിച്ചോണമെന്നല്ല ഇങ്ങനെ ചാർജ് ചെയ്ത് അന്ന് അങ്ങനെ പറയും. പ്രവർത്തനം ചെയ്യണമെന്നില്ല, അതിലേക്ക് ചെയ്തെന്നോ ചെയ്തിട്ടില്ല എന്നോ ഇസ്നാദ് ചെയ്യുന്നൊരു കുന്താട വേണമെന്നേ അർത്ഥമുള്ളൂ. അത് അവർ നമ്മൾ പറഞ്ഞേ നീ മിടുക്കനാന്ന്. ഹാബിദ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ചേർക്കാത്ത അല്ല ഇന്ന് ചേർക്കാൻ പറ്റും. അതായത് ഒരു ഇസ്മ ഉണ്ടാകുന്നിട്ട് അതായത് ഇസ്മെന്നും പറയാ, മറ്റേ ഫായിലെന്നും പറയാ, മുസ്ലിദെന്നും പറയാ, എന്തോ പേര് പറഞ്ഞു, എന്തോ ഓരോ പറഞ്ഞെത്തുമ്പോൾ എല്ലാം പേര് മാറും ആളെന്താണ്. അത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനുള്ള ഒരു ഉത്തരം ബാധിക്കുന്ന ഒരാളല്ലേ. അപ്പൊ മാനറമാന്റെ ഫായില അവിടെ അയാൾ ചെയ്തതെന്ന് അർത്ഥം വരുന്നില്ല. നറബ എന്ന മുസഫത്തോ മാനറബ എന്ന മംഫിയോ ചേർത്ത് വായിക്കാനോ നോട്ടീസ് ഒട്ടിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് എത്തുള്ളൂ. അതിന് ലാബ് പഠിക്കാത്ത എടുത്താലേ ലാബാവും. അപ്പൊ നമുക്കിത് വെപ്പിനെത്തിക്കണ്ടേ. لا يحل لك النساء من بعد ولا أن تبدل بهن من أزواج ولو أعجبك حسنهن إلا ما ملكت يمينك وكان الله على كل شيء رقيبا. أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام غير ناظرين إناه لا إناه غير ناظرين إناه إلا أن يؤذن لكم إلى طعام غير ناظرين إناه ولكن അർത്ഥം പഠിക്കുന്നവർ അത് ഒന്ന് തൊട്ടിട്ടെടുത്താൽ മതി. വലാകിൻ ഇദാ ദുഈതും നൂറിന് എന്തുണ്ട് ഉന്നത്തുണ്ട്. അത് സാക്കിനായാലും മുതഹരിക്കായാലും എന്തുണ്ട് എപ്പോഴും അസലിയായ ഉന്നതിനുണ്ടാവും. പക്ഷെ ഉന്നത്തിന് സ്റ്റേജ് ഉണ്ട്.
അപ്പോൾ ശബ്ദില്ലാത്ത ഹരക്കത്ത് വന്നു, 10 ലമ്മ് കസർ തുടങ്ങിയ. അപ്പോൾ അസ്ലിയായ മിനിമം ഒരു 1-ാം നമ്പറിൽ റെഗുലേറ്ററിൽ 1-ാം നമ്പറിൽ ഇരിക്കുന്നില്ലേ, അപ്പോൾ സ്പീഡ് കുറവുണ്ട്. അതേ അവസരത്തിൽ അത് ശബ്ദില്ലാത്ത സംഭവം വന്നു, അതാണ് ഏത് വലാക്കി. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തും. ശബ്ദ നിരുപാധികം വന്ന് ഹാദാക്കിന മൊത്താനിക്കായാലും 3 അക്ഷരമുണ്ട്. അപ്പോൾ ആ പേരിന് 3 റെഗുലർ ഇതേ ഉള്ളൂ. അപ്പോൾ ഇതേതാണെന്ന് മുത്തവസത്തുണ്ടാവും. ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحي إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسألوهن من وراء حجاب ذلكم أطهر لقلوبكم وقلوبهن ذلكم أطهر لقلوبكم وقلوبهن وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പെരുമാറ്റ ചട്ടമാണ് ഈ ആയത്തിൻ്റെ ചുരുക്കത്തിൽ വിശദീകരണം. പല സ്ഥലത്തും മറ്റു സ്ഥലത്ത് മറ്റൊന്ന് പറയും, സംസാരിക്കുമ്പോൾ ശബ്ദം കൂടാൻ പാടില്ല എന്ന് പറയും, പേരെടുത്ത് വിളിക്കാൻ പാടില്ല മറ്റൊന്ന് പറയും, റൂമിൻ്റെ പുറത്ത് വന്നിട്ട് തട്ടിക്കൊട്ടിയിട്ട് വിളിക്കലുണ്ടല്ല, അതൊന്നും പറ്റൂല. തങ്ങൾ പുറത്ത് വരുമ്പം കണ്ടോളുക, അല്ലേ സംഭവം ചെയ്യാതെ മടങ്ങിപ്പോവുക. അവിടെ വന്നിട്ടുള്ള കൊട്ടലുണ്ടല്ല, അങ്ങനെ ചില കൊട്ടലുണ്ട്. പണ്ട് റമദാനിലെ ബാധന്മാർ ചെറു കൊണ്ട് നമുക്ക് പകൽ ഒരിക്കലും റെസ്റ്റ് എടുക്കാൻ കഴിയൂല, പള്ളിയിൽ വേദാമ്പത്തുള്ള സമയം. അപ്പോൾ ഞാനെന്താക്കി, പള്ളിയിൽ ആരും ഇല്ലാന്ന് വരുത്താൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഉള്ളെല്ലാം ഡോറെല്ലാം എന്താക്കി ഉള്ളിൽ നിന്ന് ടവർ പൊട്ടിട്ട്, എന്നിട്ടോ ഈ മുമ്പിലെ വാതിൽ ഇത് അതിനെ പൂട്ടിട്ട്. അപ്പോൾ പള്ളിയിൽ ആരും ഇല്ലല്ല. പക്ഷേ ഈ ബാധ പറയുന്ന ആൾക്ക് അത് വലിയ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. ഇപ്പത്തേ കൂടി മുറ്റത്തേ കൂടി വന്നിട്ട് റൂമിൻ്റെ ഒരു പൊളി തുറന്നിട്ടുണ്ട്, അതിനെ കൂടി വലിയ ബടിയെടുത്തിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ മുമ്പിൽ ആ തക്കടി നടന്നില്ല. അപ്പം നാം പറഞ്ഞിരുന്നെന്താണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് നബി എന്നാക്കിലും വാതിൽ കൊട്ടലും വിളിക്കലും അപ്പുറത്തേക്ക് ജനലിലെ കൂടി പോകും ഒന്നും ജായിസല്ല. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ അക്സറുഹും എന്ന് പറഞ്ഞില്ലേ, ഇതതിൽപ്പെട്ട തന്നെ. അപ്പം എന്താക്കും, നമ്മളെ പയ്യന്നൊരു ക്ലാസ് പോലെയാവും. 9:30 പൊറോട്ടയും ചായയും കടയും നിരത്തുകൊണ്ട് എല്ലാവർക്കും ക്ലാസ് കഴിയുമ്പോൾ നോക്കുന്നുണ്ടാവും. അപ്പോഴൊക്കെ കൊച്ചാക്ക് ബജാറിന് മൂത്തിരിക്കാൻ വിട്ടും. എന്തെന്താക്കും, തുണിപ്പോയി മൂത്ത് ഒഴിച്ച് ഒന്നു കൊടുത്തിട്ട് നേരെ ക്ലാസ്സിൽ വന്നിരിക്കും. നിങ്ങൾക്ക് കറണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ കിട്ടുന്നൊക്കെ 100 രൂപ ചായയും കടിയും. മനസ്സിലായിരുന്നില്ല? അച്ഛൻ പണിങ്ങൾ ഹോട്ടലിൽ പണി 100 രൂപ ഇല്ലാവും. അതാണ് ഗൈറ നാദിരീന ഇലാഹു എന്ന് പറഞ്ഞത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോറ് വന്നിട്ടുണ്ട്, ഭക്ഷണം ആയിട്ടുണ്ട്, ഇപ്പം ബയാരി തങ്ങളെ തക്കിരിക്കാണ്ട് വിടൂല എന്നുണ്ടെന്താക്കുക വേഗം കയറിച്ചില്ല.
ചിലപ്പോൾ എന്താക്കും ഒരു പൊടിയായിരിക്കും ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല. തങ്ങൾക്ക് മതിയാവൂല, അഹ്ലു ബൈത്തിനും മതിയാവൂല. വന്നാളെ മടക്കോ? അപ്പം തക്കം നോക്കിയിട്ട് പോകാൻ പാടില്ല, ക്ഷണിച്ചെങ്കിൽ മാത്രം പോകണമെന്നാണ് പറഞ്ഞത്. ലാ തദ്ഖുലൂ ബുയൂത്തൻ നബിയ്യി ഇല്ലാ അൻ യുഅ്ദന ലക്കും. സമ്മതം കിട്ടാണ്ട് പെരക്ക് പോകാൻ പറ്റില്ല. എന്നിട്ടോ എന്താ ഇലാ തുആമി ഗൈറ നാദിരീന ഇനാ. ഭക്ഷണം അപ്പം അതുകൊണ്ടല്ല അയാൾക്ക് മൂത്രിക്കാൻ മുട്ടാത്തേ. 9 മണിക്ക് മൂത്രിക്കാൻ മുട്ടിയിട്ടില്ലല്ലോ. ഇപ്പം അന്ന് ചായയും കടയിൽ നിർത്തുക നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അതെ. വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ. ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോയിക്കൂടാ. എന്നിട്ടോ ഭക്ഷണം കഴിച്ചിട്ടാണ് എന്നിട്ട് വർത്തമാനം സൊറ പറഞ്ഞിട്ടിരുന്നാൽ തങ്ങളെന്താക്കൂല, നീ പോടാന്ന് പറയൂല. പോയിക്കോന്ന് പറയുന്ന പരിപാടി തങ്ങളെ വരില്ല. എന്താണ് അത്? ഒരു അപമര്യാദയായ എന്തെന്നൊരു മഹാചൽ കുലുക്കിന് എതിരാൻ വരുന്ന സൂചനയുള്ള കാര്യമൊന്നും തങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ അതെ. അപ്പം നിങ്ങൾ ക്ഷണിച്ചു പോയി അന്തക്ഷതു വല മുസ്തഅനിസീന ലി ഹദീസ്. ആടെ ഇന്ന് നേരം പൊക്കും സംസാരം വന്നിട്ട് എന്താ ഇന്നതായിരിക്കും കാന യുദിൻ നബിയ. അതൊക്കെ തങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. തങ്ങളോ നിങ്ങൾ പോയിക്കോ, നിങ്ങൾ എന്താ തന്നെ ഇരിക്കുന്നു എന്ന് പറയുകയും ചെയ്യില്ല. അതുകൊണ്ടെന്താക്കുന്നത്, തങ്ങൾക്ക് പറയുന്നതിന് പകരം അല്ലാഹു തആല ഏറ്റെടുത്തിട്ട് പറയുന്നത് എനിക്കാരോടും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് തങ്ങൾക്ക് കൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. അതുണ്ടാവും. എന്നിട്ടോ അവരുടെ പെണ്ണുങ്ങന്മാരുടെ നിങ്ങൾ സാധനം ചോദിക്കുന്നുണ്ടെങ്കിൽ ഹിജാബ് മാറിയിട്ട് നേർക്ക് നേരെ അഭിമുഖമായിട്ടല്ല വിട്ട് അറാവുൽ ഹിജാബ് ചോദിക്കണം. അതാണ് ഞങ്ങൾക്ക് രണ്ടാക്കും നല്ലതെന്നും പറഞ്ഞു. എന്താ ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. പിന്നെ മട്ടത്തിൽ പറഞ്ഞു, എന്തെങ്കിലും ഒരു വിധേനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടാക്കൽ നിങ്ങൾക്ക് പാടില്ല. എന്താ അത് ഉദൂറത്ത് ഇല്ല. ഹിന്നാന്ന് പറഞ്ഞാൽ നിസായിലേക്കല്ല തമ്മിനോടത്തില്ല. അതെ. പക്ഷെ നിയമം പറയുമ്പോൾ എനിക്കത് വാദകല്ല എന്ന് പറയാൻ പറ്റും. നിയമം കുലിയായിട്ടില്ലേ പറയില്ലേ. അതാ വല അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദാ. തങ്ങൾ നിക്കാഹ് ചെയ്ത ഭാര്യമാർക്കൊക്കെ വറാക്ക് വെച്ചില്ല. അതിനുണ്ടെന്ന് കഥ പറഞ്ഞാൽ കഥ പൊള്ളാന്ന് കളവ്. ഇന്ന കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതും കളവാണ്. അങ്ങനെ കിതാബ് ഉണ്ടാവില്ല. ഇന്നതായിരിക്കും കാന ഇൻദല്ലാഹി അദീമ. ഈ പറഞ്ഞതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ ഭയങ്കര തെറ്റാന്നാണ്. എന്തുപതും لا جناح عليهن في آبائهن ولا أبنائهن ولا إخوانهن ولا أبناء إخوانهن ولا أبناء أخواتهن ولا نسائهن ولا ما ملكت أيمانهن واتقين الله إن الله كان على كل شيء شهيدا. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله عليه وسلم. അതൊക്കെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ട് ഒരു അമ്ര വന്നാൽ എന്തായിരിക്കും? മുഅ്മിനീങ്ങളുടെ കൂട്ടി വായിക്കേണ്ടുന്ന അഅ്മാലുസ് സാലിഹാത്ത് എന്നല്ലേ? അപ്പം ഇപ്പോൾ ഒരു കൂട്ടർ സലാത്ത് പാടില്ല എന്ന് പറഞ്ഞാലോ?
അങ്ങനെയുണ്ടോ? എല്ലാ ഖുർആനിൽ അസ്തായിട്ട് വന്ന ഒരു അമ്രനെ നിഷേധിച്ചാൽ അവന് ഹുക്കം എന്താന്ന്? അപ്പൊ അതൊക്കെ തന്നെ ഇപ്പൊ പറയുന്നതന്നെ. അപ്പുറം വേണ്ട. ഇന്നല്ലദീന യുഊന അല്ലാഹ വറസൂല ലഅനഹുമുല്ലാഹ്. കണ്ടില്ല? വലാ വമാ കാന ലക്കും അൻ തുഊദൂ റസൂലല്ലാഹി അവിടെ നിരോധിച്ച്. തങ്ങളുടെ ഈദാ നിരോധിച്ചില്ലേ? ഈദാ ചെയ്താൽ എന്താ പറഞ്ഞ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അവർ മൽഊനികളാണ്, അവർക്ക് അദാബ് മുഹീൻ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം തങ്ങളുടെ സ്ഥാനം കുറച്ച് കാണലെന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളല്ല. കുറച്ച് കാണലെന്ന് പറഞ്ഞാൽ അങ്ങാടി പണ്ട് ചീത്തയൊന്നും പറയണമെന്നില്ല. തങ്ങൾ ദേഹം കറുത്തതാന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരും. ചിലപ്പോൾ തന്നെ കറുപ്പും പൊളിപ്പിൻ്റെ മുള്ള എന്താ നിൽക്കുന്ന ബാഹ്യ ശരീരത്തിൻ്റെ എന്തെങ്കിലും ഒരു അയവ് ചേർത്ത് പറഞ്ഞാൽ മുർത്തദ്ദാന്നാണ്. ആ എത്ര വരെ തങ്ങൾ അറബി അല്ല എന്ന് പറഞ്ഞാൽ അറബി ഭാഷ ഏറ്റവും മുന്തിയ ഭാഷയാണ്, ഏറ്റവും വലിയ ഗോത്രമല്ലേ, അതല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്താ പിന്നെ തങ്ങളുടെ ഉന്നതമായ പദവി തൊട്ടണിച്ചാൽ അവനിവിടെ നിൽക്കുന്നു. നിലപാട് നിങ്ങൾക്കറിയാല്ല. കടുത്ത മുശരിക്ക് അത് പറയൂല. ശരിക്കും പറഞ്ഞാൽ ഓറെ പണിയെടുക്കുന്നേ ഉള്ളൂ. പറയൽ മാത്രമല്ല, ആളെ വിളിച്ചു കൂട്ടിയിട്ട് പറയൽ ഒന്നും ഉണ്ടാവില്ല. അല്ല പണ്ട് ജയ്സിൻ്റെ വെല്ലിങ്ങിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കേട്ടില്ലെന്ന് വിട്ടു. രാത്രി കള്ളു കുടിച്ചൊരു ചങ്ങായി പറയുന്നു, ഇവരെന്തല്ല പറഞ്ഞു, നിങ്ങളെ പ്രവാചകന്മാരെ കള്ളുകൂടെ ഞാനും കൂടെ പറയൂല. ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, ഭക്ഷണമില്ല, ഞാനും കൂടെ പറയൂല. എന്താ ഇവൻ പറഞ്ഞു? ഹിന്ദുവിനാണ് ഇത് അജബ് തോന്നിയത്. അല്ലാഹു തആല നമ്മളെ ഈമാൻ സലാമത്തിലാക്കി തരട്ടെ. ആമീൻ. وأعد لهم عذابا مهينا. والذين يقتلون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا ബുഹ്താന ഹാഗായിപ്പില്ലത് മത്തസബൂന്നാ പറഞ്ഞ കാപ്പെടുത്തോ. അന്ന് ശരിയായിട്ട് വന്നേടെ സമാസ വല്ലതീന അപ്പൊ കാഫ് പറ്റാൻ ഇഷ്ടപ്പെട്ടാൽ പറ്റൂല. അതിന്റെ സിദ്ധത്താണ് ആക്കിയുണ്ട്. സിദ്ധത്തും ജഹറും കൂടി വന്നാൽ എന്താക്കും കലക്കലത്താക്കി തെളിഞ്ഞിങ്ങോട്ട് വരും. പക്ഷേ ഹംസ വന്നപ്പോൾ അതിന്റെ പകുതിയാണ് ഉണ്ടാവില്ലേ. അതാ നൂനിന്റെ ശബ്ദമെല്ലാം പോയി. ജലാബീബിഹിന്നാലാണോ ശബ്ദമുള്ളതൊന്നുമല്ല. അയണക്കാറ്റ് വക്കപ്പ് ചെയ്താലും വേണ്ട അതിൻ്റെ കൊന്നത്ത്. يُضْنِينَ عَلَيْهِنَّ مِنْ جَلَابِيبِهِنَّ ذَلِكَ ജലാബീബിഹിൻ എന്ന് മാത്രം ശബ്ദം കംപ്ലീറ്റ് പോയി.
യുദ്നീന അലൈഹിന്ന എന്ന് പറയുമ്പോൾ അതന്നെയാണ് ഹിന്നയും. പക്ഷെ ഹർക്കത്ത് മാറിയിട്ട് സുക്കൂനായി. يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ഒന്ന് മാറ്റിയത് أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. آمنت بالله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.